രാജസ്ഥാനിൽ കോൺഗ്രസും ഭാരതീയ ആദിവാസി പാർട്ടിയും തമ്മിൽ സഖ്യം. ബൻസ്വാര സീറ്റിൽ BAP മത്സരിക്കും. പത്രിക പിൻവലിക്കാതിരുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. രാജസ്ഥാനിലെ ജയ്പൂരിൽ നിന്ന് മുഹമ്മദ് നൌഫൽ തത്സമയം ചേരും. നൌഫൽ, കഴിഞ്ഞ കുറി ഒറ്റ സീറ്റ് പോലും നേടാൻ കഴിയാത്തൊരു കോൺഗ്രസിന്റെ ചിത്രം നമ്മുടെ മുന്നിലുണ്ട്. സർവം കാവ്യമായം പൂണ്ട രാജസ്ഥാനിൽ ഇക്കുറി എങ്ങനെയെങ്കിലും ഒരു സീറ്റിലെങ്കിലും ജയിക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ മുന്നിലെ വലിയ ലക്ഷ്യമാണ്. അതിനെന്തെല്ലാം തരത്തിലുള്ള നീക്കുപോക്കുകൾ, സഖ്യ നീക്കങ്ങൾ അവിടെ കോൺഗ്രസ് നടത്തുന്നുണ്ട്? ഏറ്റവും ഒടുവിലത്തെ നീക്കങ്ങൾ എങ്ങനെയാണ്? ഷെയ്ഫു, കഴിഞ്ഞ കുറി മാത്രമല്ല അതിന് മുമ്പത്തെ തവണയും കോൺഗ്രസിന് ഒരു സീറ്റ് പോലും ലഭിച്ചിരുന്നില്ല. ഇതിൽ നിന്നെല്ലാം കോൺഗ്രസ് പാഠം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതിന് സൂചനയാണ് നമുക്ക് നിലവിലുള്ള സാഹചര്യം വെച്ച് പറയാൻ കഴിയുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയവും കൂടി അതിന് കാരണമായിട്ടുണ്ട് എന്ന് പറയാൻ കഴിയും. കാരണം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കോൺഗ്രസ് ഇത്തരത്തിലൊരു സഖ്യത്തിൽ ഏർപ്പെടുന്നത് എന്നാണ് ഇവിടുത്തെ രാഷ്ട്രീയ വൃത്തങ്ങളൊക്കെ പറയുന്നത്. അതായത് കോൺഗ്രസ്, CPM, രാഷ്ട്രീയ ലോക് താന്ത്രിക് പാർട്ടി, ഇപ്പോൾ ഇതാ ഭാരതീയ ആദിവാസി പാർട്ടി, ഈ പാർട്ടികളെല്ലാം കൂടി സഖ്യത്തിലാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. നമുക്ക് ഈ തെരഞ്ഞെടുപ്പിലെ ഈ സീറ്റ് വിഭജനം കണ്ടാൽ മനസ്സിലാകുന്നൊരു കാര്യം, കോൺഗ്രസ് എല്ലാ വിട്ടുവീഴ്ചക്കും തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്. CPM-ന് ഒരു സീറ്റ് വിട്ടു നൽകിയിരിക്കുന്നു. അതായത് സിക്കർ മണ്ഡലം CPM-ന് വിട്ടു നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ നാഗൌർ മണ്ഡലം രാഷ്ട്രീയ ലോക് താന്ത്രിക് പാർട്ടിക്ക് വിട്ടു നൽകിയിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ബൻസ്വാര മണ്ഡലം ഭാരതീയ ആദിവാസി പാർട്ടിക്കും വിട്ടു നൽകിയിരിക്കുന്നു. ഈ ഭാരതീയ ആദിവാസി പാർട്ടിയുമായിട്ടുള്ള സഖ്യം ഇപ്പോൾ ഏറ്റവും അവസാന നിമിഷമാണ് തീരുമാനിച്ചിരിക്കുന്നത്. വലിയ ചർച്ചകൾക്കൊടുവിലാണ് ആ തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. ഈ ബാൻസ്വാര മണ്ഡലത്തിലേക്ക് കോൺഗ്രസിൻ്റെയും അതോടൊപ്പം തന്നെ BAP-യുടെയും സ്ഥാനാർത്ഥികൾ പത്രിക നൽകിയിരുന്നു. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസമായിരുന്നു ഇന്ന്. പക്ഷേ അവസാന മിനിറ്റായപ്പോഴും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പത്രിക പിൻവലിക്കാൻ എത്താതെ സ്ഥലത്ത് നിന്ന് മുങ്ങുകയാണുണ്ടായത്. എന്നിട്ടും കോൺഗ്രസ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, സാങ്കേതികമായി ഈ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നില്ല എങ്കിൽ തന്നെയും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഈ ഇലക്ഷനിൽ ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഉണ്ടാകില്ല എന്നാണ് അറിയിച്ചത്. അതുമാത്രമല്ല, ആ സ്ഥാനാർത്ഥിയെ കോൺഗ്രസിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അതും ഈ ആദിവാസികൾക്ക് കൂടുതൽ സ്വാധീനമുള്ള ഒരു മേഖലയാണ്. ബഗിഡൌര എന്ന് പറയുന്ന അസംബ്ലി മണ്ഡലമാണ്. അവിടെയും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പിന്മാറി. അവിടെ ഈ ഭാരതീയ ആദിവാസി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. അവിടെയും നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ചില്ല. തുടർന്ന് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണുണ്ടായത്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ വിട്ടുവീഴ്ചയും ചെയ്തുകൊണ്ട് കോൺഗ്രസ് അവരുടെ സ്ഥാനാർത്ഥികളെ മാറ്റിക്കൊണ്ട് തന്നെ മറ്റ് സ്ഥാനാർത്ഥികൾക്ക് അവസരം നൽകിയിരിക്കുന്നു. അങ്ങനെ ഇന്ത്യ മുന്നണി അതിൻ്റെ പൂർണ്ണതയിൽ നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് രാജസ്ഥാനിലെ ഇത്തവണത്തെ പ്രത്യേകത. ശരി, കഴിഞ്ഞ 2 കുറിയും ഒറ്റ സീറ്റ് പോലും നേടാനാവാതിരുന്ന കോൺഗ്രസ് ഇത്തവണ BAP-യുമായും ഒപ്പം CPM-ഉമായും ഒക്കെ കൂട്ടുപിടിച്ച് എങ്ങനെയെങ്കിലും ഒരു സീറ്റ് എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. വിശദാംശങ്ങളാണ് മുഹമ്മദ് നൌഫൽ നൽകിയത്. ഇനി സംസ്ഥാനങ്ങളിലൂടെ